ഇൻവൈറ്റ് മീ ഫോർ മൈ സ്കൂളിലത്തെ ഓണം സെലിബ്രേഷനാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വിട്ടു. അതാണ് മെയിനായിട്ട് വീഡിയോ എടുക്കാനുള്ള റീസൺ. ഫേസ് വാഷ് ചെയ്ത് നേരെ വന്ന് ഒരു ബോധമില്ല, രാവിലെ എണീച്ച് ബോധമില്ലാതെ വന്നിട്ട് കണ്ണെഴുതുക, ഐ ഷാഡോ ഇടുക, അമ്മമാരുടെ പരിപാടി ഇരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടി സ്കിൻ കെയർ ചെയ്യാം. മോയ്സ്ചറൈസർ സ്ഥിരം ഏതാ? പോൺസ്. ഞാൻ ഈ ഓടിൻ്റെ കൈ വെച്ച് സ്കൂളിൽ പോകും. എക്സാം എടുത്താൽ പോയില്ലെങ്കിൽ നമ്മൾ ഓണപ്പരിപാടിക്ക് പോകണം. അതാണ് അന്തസ്. എൻ്റെ സൗണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് രാവിലെ എണീച്ച് പോകുന്നത് നല്ല ചിമ്മലാണ് കേട്ടോ. നന്നായിട്ട് മോയ്സ്ചറൈസർ തേച്ച് കൊടുത്തു. നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. എൻ്റെ ലിപ് ബാം ഏതാണെന്നറിയോ? സെബാമെഡിൻ്റെ. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെബാമെഡിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അത് ചെറി ഫ്ലേവർ, ചെറീൻ്റെ സ്മെല്ലാണ്. സെബാമെഡ് SPF 30 ഉണ്ട്. നമ്മളെ ചുണ്ടിനെ സണ്ണിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഐ ഷാഡോ ഞാൻ ഗ്രീൻ കുപ്പായാണല്ലോ ഇട്ടിട്ടുള്ള. എനിക്ക് എത്തനിക് വെയറൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഈ കൈയൊന്നിലും കയറില്ല. അപ്പം ഞാൻ എല്ലാം ഇടാൻ ശ്രമിച്ച് ആ ബെഡിൻ്റെ മെത്തേക്ക് ഇട്ടു. കാണുന്നുണ്ടോ ഇവിടെ? ആ കുപ്പായൊക്കെ ഞാൻ അവിടെ ഇട്ട് വെച്ചു കേട്ടോ. എനിക്ക് ഇടാൻ പറ്റില്ല. പിന്നെ ഞാനൊരു ചുരിദാറും ഒരു ബാഗി ജീൻസും വെച്ച് പെയർ ചെയ്തപ്പോൾ ഓക്കെ ആയി. അപ്പം ഞാൻ മുടിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പാട് ഇങ്ങനെ തന്നെ കിട്ടിയ. അപ്പം നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ബ്ലഷ് ഇടണം, ലിപ്സ്റ്റിക് ഇടണം, വേറെ ഒന്നും വേണ്ട ഗൈസ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ വെയ്യാത്ത കൈകൊണ്ട് മേക്കപ്പ് ഇടാൻ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ സാഹചര്യ സമ്മർദ്ദം മൂലം നമ്മൾ പലതും പഠിക്കും ഗൈസ്. അപ്പം ഇനി നമുക്ക് ബ്ലഷ് ഇടാം, എന്നിട്ട് ലിപ്സ്റ്റിക് ഇടാം. അതിന് മുന്നേ നമുക്ക് മസ്കാര ഇടാം ഗൈസ്. ഞാൻ മസ്കാര ഇടാൻ പറഞ്ഞു. കണ്ണൊക്കെ ഒന്ന് വിചാരിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ അടിയിൽ കണ്ണെഴുതാത്തൊരു വ്യക്തിയാണ്. മസ്കാര ഉറപ്പായും മസ്കാര ഇടാം ഗൈസ്. അപ്പോൾ ഇത് സാധാ സോറി ഗൈസ്, ഞാൻ പറഞ്ഞില്ല ചിമ്മിയിട്ട് ഇവിടേക്ക് പരന്ന്. ഇനി ഇത് മായ്ക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ മസ്കാര ഇട്ട് നമുക്ക് നമ്മുടെ ബ്ലഷ് ഇടാം. നമുക്ക് പറ്റിയൊരു ബ്ലഷ് എടുത്തിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ നഗറ്റ് ലിപ്സ്റ്റിക്സ്, ഞാനിട്ട പേരാണ് കേട്ടോ നഗറ്റ് ലിപ്സ്റ്റിക്സ്. ഇതിൻ്റെ പേര് മിനിയൻസ് എന്നാണ്. അതും ഞാൻ ഇട്ട പേരാണ്. നമ്മളതിന് ഒരു, ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭാവന പിങ്ക് ആ ഷെയ്ഡ് പൊളിയാണ്. ലിപ്സ്റ്റിക്ക് പറ്റില്ലെങ്കിലും നമ്മുടെ നോസ് ആ ഒരു ബ്ലഷ് ചെയ്യാനുള്ള ആ ഒരു ഇത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, എൻ്റെ അടുത്ത് ലൈറ്റിൻ്റെ ബാറ്ററി വന്നു കേട്ടോ. ഞാനത് ലൈറ്റിൽ ബാറ്ററി ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വീഡിയോയിൽ. അത് നല്ല ബാറ്ററി കൊണ്ടുവന്ന് ഞാൻ അതിൽ ബാറ്ററി ഇട്ടു. അപ്പോൾ എല്ലാം സെറ്റായി. അല്ല വേണ്ട, ഞാനത് പോയി കത്തിക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടോ അത് കത്തുന്നത്? സൂപ്പറായിട്ട് ഞാൻ കത്തിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ലിപ്സ്റ്റിക്കാണ്. അത് ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടുള്ളൊരു പാർട്ടാണ്. കാരണം നമ്മൾ നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ഇന്ന ഷെയ്ഡ് നടത്തുന്നില്ല, നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യണം ഗൈസ്. അതാണ് നമ്മൾ വീട്ടിലേക്ക് പോവാം. അല്ല സോറി, ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ആദ്യം ഞാനൊന്ന് ഈ ലിപ് ബാം ഒന്ന് കുറച്ച് കളയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ജസ്റ്റ് ഹബ്സിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതോ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരൊക്കെ പോയി. ഇത് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വാഷ് ഔട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമ്മൾ ഈ ഒരു
ആപ്ഷി എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയം ന്യൂഡ് ബ്രൗൺ. ഇത് ജസ്റ്റ് നമ്മുടെ വരച്ചു കൊടുത്തോളൂ. ഇത് നമ്മൾ ഇപ്പം ന്യൂഡാക്കുന്നില്ല, കാരണം നമുക്ക് ഒന്നും കൂടി വിചരമ്പിച്ച കളർ മതി. അതായത് റെഡിഷ് കളറാട്ടോ. ഇത് ഏതാന്ന് ഓർമ്മയുണ്ടോ? നമ്മളെ മൈഗ്ലാൻഡിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടോ? അത് ഇത്തിരി എടുത്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് ലിപ്പ്. അപ്പം എനിക്ക് ഒന്നും കൂടി ലൈറ്റാക്കാൻ പോകാം. അപ്പോൾ ലിപ്സ്റ്റിക്ക് റെഡി. നമുക്ക് ഹെയറും പൊട്ടുമാണ് കേട്ടോ. നോക്കാം ഗൈസ്. ഇപ്പോൾ മേക്കപ്പ് ഡണ്ണാണ് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മേക്കപ്പ് എങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് ഹെയർ ചെയ്യാം. അപ്പോൾ നമ്മളെ സെൻറ്റർ പാർട്ടീഷനാണ് ഇപ്പോൾ എടുക്കുക. സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് ചീവിക്കാം. നമ്മൾ ഈ കട്ടിങ്സ് ഉണ്ടോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന രീതിക്ക് മുടി കിട്ടാൻ പറ്റില്ലെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് മുടി കെട്ടിച്ചിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഹെയർ കെട്ടിയിട്ടുള്ള. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാൻ ഇപ്പം എനിക്ക് നിയോഗമില്ല, അതുകൊണ്ട് ഞാൻ അത്രയും കാണിച്ചു തരാം. ഇതൊരു പച്ച കുർത്തിയാണ്, അമ്മേൻ്റെ കുർത്തിയാണ് കേട്ടോ. അപ്പം എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ എല്ലാവരും. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.